തൊട്ടയൽപ്പക്കത്തുള്ള പാകിസ്ഥാനെയും ശ്രീലങ്കയെയും കനത്ത കടക്കണിയിലേക്ക് തള്ളിയിട്ട് ഒടുവിൽ അവിടെ ഭരണകൂടങ്ങൾ പോലും തകരുന്ന തരത്തിലുള്ള വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അവിടുത്തെ ജനങ്ങളാണ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അതല്ല. വികസനത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് ലോകരാജ്യങ്ങളെ സാമ്പത്തികമായി അടിമകളാക്കാൻ വലവിരിച്ച് കാത്തിരിക്കുന്ന ചൈന എന്ന കുടില ബുദ്ധിക്കാരനാണ് ആ താരം. കടം വാങ്ങി മുടിഞ്ഞ് സ്വന്തം രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങളും ഭൂമിയും ചൈനയ്ക്ക് എഴുതി കൊടുക്കേണ്ടി വന്ന ശ്രീലങ്കയുടെയും പാകിസ്ഥാന്റെയും അവസ്ഥ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഒരു രാജ്യത്തെ ആയുധം കൊണ്ട് തോൽപ്പിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ പണം കൊടുത്ത് കീഴ്പ്പെടുത്താമെന്ന് തെളിയിച്ച ചൈനീസ് തന്ത്രത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതേ ചൈന നാളെ ഒരുപക്ഷെ വലിയ വികസന വാഗ്ദാനങ്ങളുമായി സാമ്പത്തിക സഹായങ്ങളുമായി ഇന്ത്യയിലേക്ക് വന്നേക്കാം. ചൈനയുടെ ഈ കൗശലപൂർണമായ കടക്കണി തന്ത്രം അല്ലെങ്കിൽ ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് ലോകക്രമത്തെയും നമ്മുടെ രാജ്യത്തെ സുരക്ഷയെയും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? നമുക്ക് വളരെ കൃത്യമായിട്ട് വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. അതിനു മുൻപ് ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴി തുറന്ന 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും അപകടകരമായ ഒരു തന്ത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. തോക്കുകളും ബോംബുകളും ഉപയോഗിച്ച് ഒരു രാജ്യത്തെ കീഴടക്കുന്ന പഴയ യുദ്ധമുറകളുടെയൊക്കെ കാലം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഇന്ന് സാമ്പത്തിക സഹായത്തിന് അല്ലെങ്കിൽ വികസന വായ്പകളുടെ പേരിൽ രാജ്യങ്ങളുടെ പരമാധികാരം കവർന്നെടുക്കുന്ന പുതിയൊരു അധിനിവേശ തന്ത്രമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൗമരാഷ്ട്രീയത്തിൽ ഇതിനെ ചൈനയുടെ കടക്കെണി തന്ത്രം എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ശ്രീലങ്കയും പാകിസ്ഥാനും മുതൽ ദൂരെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ വരെ ഈ കൗശലപൂർണമായ സാമ്പത്തിക കെണിയിൽ ഇതിനകം വീണു കഴിഞ്ഞു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ചൈനയുടെ ഈ കടക്കണി നയതന്ത്രം? വികസ്വര രാജ്യങ്ങൾക്ക് വൻതോതിൽ പണം കടം നൽകി പിന്നീട് അവർക്കത് തിരിച്ചടക്കാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള തുറമുഖങ്ങളും അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഭൂമിയും വിമാനത്താവളങ്ങളും ചൈന സ്വന്തമാക്കുന്നത് എങ്ങനെയാണ്? ഇതിന് പിന്നിലെ യഥാർത്ഥ ഭൗമരാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വളരെ ആഴത്തിൽ ഇതൊന്ന് വിശകലനം ചെയ്യാം. ഈ വിഷയത്തിന്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ ആദ്യം ചൈനയുടെ ഏറ്റവും വലിയ ആഗോള പദ്ധതിയായിട്ടുള്ള ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ BRI എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പുരാതന കാലത്തെ സിൽക്ക് റൂട്ട് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളെ കരമാർഗവും സമുദ്രമാർഗവും ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കൂറ്റൻ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയാണ് ഈ BRI. ഇതിലൂടെ ലോക വ്യാപാരത്തിന്റെ സിംഹഭാഗവും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക എന്നതാണ് ചൈന ഇവിടെ ലക്ഷ്യമിടുന്നത്. ഇതിനായിട്ട് അവർ തെരഞ്ഞെടുത്തതാകട്ടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന എന്നാൽ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായി സ്ഥാനമുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇംഗ്ലീഷിൽ. ഇങ്ങനെ പറയുന്ന വികസന രാജ്യങ്ങളെയാണ്. ഇത്തരം പാവപ്പെട്ട രാജ്യങ്ങളിലേക്ക് ചൈന കടന്നു ചെല്ലുന്നത് വലിയ വികസന വാഗ്ദാനങ്ങളുമായിട്ടാണ്. അവരതിൽ കണ്ണു മഞ്ഞളിക്കുകയും ചെയ്യുന്നുണ്ട്. അത്യാധുനിക തുറമുഖങ്ങൾ, എക്സ്പ്രസ് ഹൈവേകൾ, വലിയ വിമാനത്താവളങ്ങൾ, ഊർജ പദ്ധതികൾ എന്നിവ നിർമ്മിക്കാൻ അവർ വൻതോതിൽ പണം വായ്പയായിട്ട് നൽകുകയും ചെയ്യും. ഈ രാജ്യങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്യും. സാധാരണയായി ലോക ബാങ്കോ അന്താരാഷ്ട്ര നാണയനിധിയോ അല്ലെങ്കിൽ IMF ഒക്കെയാണ് ഒരു രാജ്യത്തിന് വായ്പ നൽകുമ്പോൾ നിരവധി കടുത്ത നിബന്ധനകൾ അവർ മുന്നോട്ട് വെക്കാറുണ്ട്. ആ രാജ്യത്തെ അഴിമതി കുറയ്ക്കണം, ജനാധിപത്യം സംരക്ഷിക്കണം, സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കണം തുടങ്ങിയ നിബന്ധനകളാണ് അവർ മുന്നോട്ട് വെക്കാറുള്ളത്. എന്നാൽ ചൈന യാതൊരുവിധ രാഷ്ട്രീയ നിബന്ധനകളും വെക്കാതെ വളരെ എളുപ്പത്തിൽ ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് കോടിക്കണക്കിന് ഡോളർ വായ്പയായിട്ട് നൽകാറുണ്ട്. ഇതാണ് ഇവരുടെ ഒന്നാമത്തെ കെണി. പക്ഷേ ഈ വായ്പകൾക്ക് പിന്നിൽ കടുത്ത ഒരു സാമ്പത്തിക ചതിയാണ് ഒളിഞ്ഞിരിപ്പുള്ളത്. ചൈന നൽകുന്ന ഈ വായ്പകളുടെ പലിശ നിരക്ക് അന്താരാഷ്ട്ര വിപണിയിലെ സാധാരണ നിരക്കുകളേക്കാൾ വളരെ കൂടുതലായിരിക്കും. അതിനേക്കാൾ അപകടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പണം ഉപയോഗിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാറുകൾ മുഴുവൻ ചൈനീസ് കമ്പനികൾക്ക് തന്നെ നൽകണമെന്ന നിബന്ധനയാണ്. അതായത് ചൈന വായ്പയായി നൽകുന്ന പണം ചൈനീസ് കമ്പനികളിലേക്കും ചൈനീസ് തൊഴിലാളികളിലേക്കും തന്നെ തിരിച്ചു പോകുന്നുണ്ട്. വായ്പ വാങ്ങിയ രാജ്യത്തിന് കടബാധ്യത മാത്രം ബാക്കിയാവുകയും ചെയ്യും. കൂടാതെ ചൈന പണം മുടക്കുന്ന പല പദ്ധതികളും സാമ്പത്തികമായി യാതൊരു ലാഭം ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്തതുമായിരിക്കും. ഇതിന് ലോകത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട തുറമുഖം. ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് ഒരു വലിയ അന്താരാഷ്ട്ര തുറമുഖം നിർമ്മിക്കാൻ ചൈന വലിയ തോതിൽ വായ്പ നൽകി. എന്നാൽ കപ്പൽ ഗതാഗതത്തിൽ നിന്നും വ്യാപാരത്തിൽ നിന്നും ഈ തുറമുഖത്തിന് പ്രതീക്ഷിച്ച ലാഭം ഉണ്ടാക്കാനും സാധിച്ചില്ല. ഒടുവിൽ എന്തായി എന്നറിയാമോ? കടം വാങ്ങിയ കോടിക്കണക്കിന് ഡോളറും അതിന്റെ പലിശയും തിരിച്ചടയ്ക്കാൻ കഴിയാതെ ശ്രീലങ്കൻ സർക്കാർ പൂർണ്ണമായിട്ടും പ്രതിസന്ധിയിലായിപ്പോയി. ഈ അവസ്ഥ മുതലെടുത്തുകൊണ്ട് ചൈന തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം പുറത്തെടുത്തു. കടം ഒഴിവാക്കുന്നതിന് പകരമായി ഹമ്പൻ തോട്ട തുറമുഖവും അതിനു ചുറ്റുമുള്ള 10,000-ലധികം ഏക്കർ ഭൂമിയും 99 വർഷത്തെ ലീസിനായി ചൈനയ്ക്ക് വിട്ടു നൽകാൻ ശ്രീലങ്ക നിർബന്ധിതരാവുകയാണ്.
അതായത് സ്വന്തം രാജ്യത്തിന്റെ ഒരു അതിർത്തി പ്രദേശം മറ്റൊരു വിദേശ ശക്തിക്ക് പൂർണ്ണമായും എഴുതി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ശ്രീലങ്ക എത്തിപ്പെട്ടു. ഇത് കേവലം ഒരു സാമ്പത്തിക ഇടപാടായിട്ട് നമ്മൾ കാണരുത്, മറിച്ച് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം തന്നെയായിരുന്നു ഇത്. ഇതേ അവസ്ഥയിലൂടെയാണ് നമ്മുടെ മറ്റൊരു അയൽരാജ്യമായ പാകിസ്ഥാനും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പാകിസ്ഥാനും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന യാഥാർത്ഥ്യം. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്ന പദ്ധതിയുടെ പേരിൽ ചൈന പാകിസ്ഥാനിൽ വലിയ രീതിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഇവർ തമ്മിൽ നല്ല സൗഹൃദവുമുണ്ട്. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം വികസിപ്പിച്ചത് ചൈനയാണ്. ഇത് പാകിസ്ഥാൻ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക തകർച്ച നേരിടുമ്പോൾ അവർക്ക് ചൈനീസ് വായ്പകൾ തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. ഗ്വാദർ തുറമുഖത്തിന്റെ നിയന്ത്രണം ഇതിനകം തന്നെ ചൈനീസ് കമ്പനികളുടെ കൈകളിലാണുള്ളത്. ഭാവിയിൽ ശ്രീലങ്കയ്ക്ക് സംഭവിച്ചതുപോലെ ഈ തന്ത്രപ്രധാനമായ തുറമുഖവും ചൈനയുടെ പൂർണ്ണമായ അധീനതയിലാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഏഷ്യയിൽ മാത്രമല്ല ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ചൈന ഈ തന്ത്രം വളരെ ശക്തമായി നടപ്പിലാക്കാറുണ്ട്. ജിബൂട്ടി, കെനിയ, സാംബിയ, അങ്കോള തുടങ്ങിയ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ന് ചൈനയുടെ കനത്ത കടക്കണിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ജിബൂട്ടിയിൽ ചൈന നിർമ്മിച്ച വായ്പാ പദ്ധതികൾക്ക് പിന്നാലെ അവിടെ ചൈന തങ്ങളുടെ ആദ്യത്തെ വിദേശ സൈനിക താവളം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും റെയിൽവേയും വിമാനത്താവളങ്ങളും വരെ കടബാധ്യതയുടെ പേരിൽ ചൈനീസ് കമ്പനികൾ നിയന്ത്രിക്കുന്ന അവസ്ഥയിലാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ നിലവിലുള്ളത്. എന്താണ് ചൈനയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ഭൗമരാഷ്ട്രീയ ലക്ഷ്യം? ചൈനയ്ക്ക് കേവലം പലിശ പണമോ സാമ്പത്തിക ലാഭവും മാത്രമല്ല വേണ്ടത്. വിദേശ രാജ്യങ്ങളിൽ തന്ത്രപ്രധാനമായ നാവിക സൈനിക സ്വാധീനം ഉറപ്പിക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയെ ചുറ്റിപ്പറ്റി ചൈന നിർമ്മിക്കുന്ന മുത്തുമാല തന്ത്രം അല്ലെങ്കിൽ സ്ട്രിംഗ് ഓഫ് പേൾസ് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. പാകിസ്ഥാനിലെ ഗ്വാദർ, ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട, മാലിദ്വീപിലെ ചില ദ്വീപുകൾ, മ്യാൻമാറിലെ തുറമുഖങ്ങൾ എന്നിവയെല്ലാം കടക്കണിയിലൂടെ സ്വന്തമാക്കി ഭാവിയിൽ ഇന്ത്യയെ സൈനികമായി പ്രതിരോധത്തിലാക്കുക എന്ന വലിയൊരു തന്ത്രം ചൈന ഇതിനു മുന്നിൽ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര വേദികളിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനും ചൈനയ്ക്ക് ഇതിലൂടെ കൃത്യമായിട്ട് സാധിക്കുന്നു. കടക്കണിയിൽ അകപ്പെട്ട രാജ്യങ്ങൾ ഐക്യരാഷ്ട്ര സഭയിലോ മറ്റ് അന്താരാഷ്ട്ര ചർച്ചകളിലോ ചൈനയുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയോ അതുപോലെ തന്നെ തായ്വാൻ വിഷയത്തിലോ ചൈനയ്ക്കെതിരെ വോട്ട് ചെയ്യാൻ ഭയപ്പെടുന്നവരായിരിക്കും. ഇങ്ങനെ ഒരു ഭയപ്പാടാണ് ചൈന ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. തങ്ങളുടെ സാമ്പത്തിക അടിമകളായി ഈ രാജ്യങ്ങളെ മാറ്റിയെടുക്കാൻ ചൈനയ്ക്ക് അനായാസം സാധിക്കുന്നു. എങ്കിലും ചൈനയുടെ ഈ വായ്പാ നയത്തിനെതിരെ ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ പ്രതിരോധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ചൈനീസ് കെണി മനസ്സിലാക്കിയ പല രാജ്യങ്ങളും ഇപ്പോൾ പുതിയ പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ തുടങ്ങുകയും ചെയ്തു. മലേഷ്യയും മ്യാൻമാറും ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ചൈനയുമായുള്ള വൻകിട കരാറുകൾ പുനഃപരിശോധിക്കുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. കൂടാതെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യയും ചേർന്ന് ഈ വികസന രാജ്യങ്ങൾക്ക് ബദൽ സാമ്പത്തിക സഹായങ്ങൾ നൽകാനും ജനാധിപത്യപരമായ വികസന പദ്ധതികൾ കൊണ്ടുവരാനും ഇപ്പോൾ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ അയൽരാജ്യങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ ഒരിക്കലും അവരുടെ പരമാധികാരം കവർന്നെടുക്കുന്ന തരത്തിലുള്ളതല്ല എന്നതും ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചൈനയുടെ കടക്കെണി നയതന്ത്രം എന്നത് വികസനത്തിന്റെ മുഖംമൂടി അണിഞ്ഞെത്തുന്ന ഒരു ആധുനിക കോളനി വൽക്കരണം തന്നെയാണ്. അതായത് നിയോ കൊളോണിയലിസം. പണം കടം കൊടുത്ത് രാജ്യങ്ങളെ സാമ്പത്തികമായി തകർക്കുകയും ഒടുവിൽ അവരുടെ ഭൂമിയും വിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്യുന്ന ഈ തന്ത്രം ലോക സമാധാനത്തിനും പ്രാദേശിക സുരക്ഷയ്ക്കും വലിയൊരു ഭീഷണി തന്നെയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കടം വാങ്ങുന്ന രാജ്യങ്ങൾ തങ്ങളുടെ താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്കപ്പുറം നാളത്തെ തലമുറയുടെ സ്വാതന്ത്ര്യത്തെയാണ് പണയം വെക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ട സമയമാണ് അതിക്രമിച്ചിരിക്കുന്നത്. ഈ തന്ത്രപ്രധാനമായ വിഷയത്തെക്കുറിച്ചും ചൈനയുടെ ആഗോള നീക്കങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയിരുത്തലുകൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട ഭൗമരാഷ്ട്രീയ വിശകലനവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.